നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് വീതം വെപ്പിനെപ്പറ്റി ഇന്ത്യ സഖ്യം ന്യൂഡൽഹിയിൽ ചർച്ച നടത്തുമ്പോൾ പശ്ചിമ ബംഗാളിൽ വിമതസ്വരവുമായി CPM. ഒരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്നാണ് പാർട്ടി പറയുന്നത്. ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റാത്ത കക്ഷിയാണ് തൃണമൂൽ. അവരുമായി സഖ്യത്തിന് പോകുന്ന പ്രശ്നമേയില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പറഞ്ഞത്. പാർട്ടിയുടെ യുവ നേതാവ് മീനാക്ഷി മുഖർജി ഒരു പടി കൂടി കടന്ന് തൃണമൂൽ കൊലയാളി സംഘമാണെന്നും കൂട്ടുകൂടാനാവില്ലെന്നും ആഞ്ഞടിച്ചു. കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് തങ്ങൾക്കറിയില്ലെന്നും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്നും മുഹമ്മദ് സലീം പറഞ്ഞു. നിലവിലുള്ള PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരി അടക്കം ചില പ്രമുഖ നേതാക്കൾക്ക് തൃണമൂൽ കോൺഗ്രസുമായി ചേർന്നു പോകാൻ താല്പര്യമില്ല. എന്നാൽ ഹൈക്കമാൻഡ് മറിച്ചു തീരുമാനിച്ചാൽ വഴങ്ങുകയല്ലാതെ ഇവർക്കും നിവൃത്തിയില്ല. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിനെ തകർത്ത തൃണമൂലുമായി ചേരാനാണ് ദേശീയ നേതൃത്വം പറയുന്നതെങ്കിൽ തങ്ങൾ ആ നിർദ്ദേശം പാലിക്കും എന്ന നീരസം കലർന്ന പ്രതികരണമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് അബ്ദുൾ മന്നാൻ നടത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 70 MLA-മാരെയും ഒരു MP-യെയും കോൺഗ്രസിൽ നിന്ന് തൃണമൂൽ കൂറുമാറ്റിച്ചിട്ടുണ്ട്. കോൺഗ്രസ് തൃണമൂൽ സഖ്യത്തിന് നേതൃത്വങ്ങൾ തീരുമാനമെടുത്താലും ഇരു പാർട്ടികളുടെയും അണികൾ തമ്മിൽ താഴെത്തട്ടിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം തുടരും എന്നുറപ്പാണ്. ഇതുമൂലം പരസ്പരം വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ വിശ്വനാഥ് ചക്രവർത്തി അഭിപ്രായപ്പെട്ടു. ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയെ ചൊല്ലിയുണ്ടായ ബഹളത്തിനിടെ രാജ്യസഭാ ചെയർമാനുമായി തർക്കിച്ച തൃണമൂൽ കോൺഗ്രസ് MP ഡെറക് ഒബ്രിയാന് സസ്പെൻഷൻ നൽകിയിരുന്നു. മോശം പെരുമാറ്റം ചൂണ്ടിക്കാട്ടിയായിരുന്നു ചെയർമാൻ ജഗ്ദീപ് ധൻഖറിന്റെ നടപടി. ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സഭയിൽ ചർച്ച തേടി പ്രതിപക്ഷ MP-മാർ നടത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു സംഭവം. ചെയറിന് മുന്നിലെത്തി പ്രതിഷേധിച്ച MP-യെ പേരെടുത്ത് വിളിച്ച് പുറത്തേക്ക് പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ശൂന്യവേളയ്ക്കിടെയാണ് ലോക്സഭയിലെ സന്ദർശക ഗ്യാലറിയിലുണ്ടായിരുന്ന 2 പേർ ചേംബറിലിറങ്ങി പ്രതിഷേധിച്ചത്. കാനിസ്റ്ററുകളിൽ നിന്ന് മഞ്ഞവാതകം പുറത്തുവിട്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ച ഇവരെ MP-മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാണ് കീഴ്പ്പെടുത്തിയത്. ഇതിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെയാണ് രാജ്യസഭയിലും ചർച്ചയ്ക്ക് അവസരം തേടിയത്. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ MP-മാർ 28 നോട്ടീസ് സമർപ്പിച്ചിരുന്നു. എന്നാൽ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ നോട്ടീസ് തള്ളി. ഇതോടെ പ്രതിപക്ഷ MP-മാർ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് അവർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു. അതോടെ MP-മാരുടേത് അനിയന്ത്രിതമായ പെരുമാറ്റമാണെന്നും ഇത് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ധൻഖർ പറഞ്ഞു. അതിനുശേഷം രാജ്യസഭാ നടപടികൾ ആരംഭിച്ച് 1 മണിക്കൂറിന് ശേഷമായിരുന്നു ബഹളം നടന്നത്. ഈ സമയത്ത് തൃണമൂൽ കോൺഗ്രസ് MP ഡെറക് ഒബ്രിയാൻ ചെയറിന് മുന്നിലുള്ള സ്ഥാനത്തേക്ക് നീങ്ങുകയും കൈകൾ വായുവിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഇത് ധൻഖറിനെ കൂടുതൽ ക്ഷുഭിതനാക്കി. ഒബ്രിയാന്റെ പേര് വിളിച്ച് സഭ വിടണമെന്ന് ധൻഖർ ആവശ്യപ്പെട്ടു. ചെയർമാൻ പേര് വിളിച്ച് ആവശ്യപ്പെട്ടതിനാൽ MP അന്നത്തെ സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് ചട്ടം. ഡെറക് ഒബ്രിയാന്റെ പെരുമാറ്റം ചെയർമാനോടുള്ള ധിക്കാരമാണെന്നും ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യം നടത്തിയെന്നും ധൻഖർ അഭിപ്രായപ്പെട്ടിരുന്നു.